നമസ്തേ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് നിങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ചെയ്യുന്ന, അല്ലെങ്കിൽ വളരെ കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വളരെ ആഗ്രഹത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കർമ്മം, അതിനോടുള്ള താല്പര്യം പൊടുന്നനെ ഇല്ലാതായി പോവുകയാണ്. അത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതിനുള്ള സ്കില്ലില്ലാത്തത് കൊണ്ടല്ല, അതിനുള്ള കപ്പാസിറ്റി ആൻഡ് കാപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, നിങ്ങൾക്ക് പൊടുന്നനെ അതിലുള്ള ഇൻട്രസ്റ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഒരു 10 വർഷം മുൻപ് എനിക്ക് വളരെയധികം സ്വപ്നം കണ്ട, വളരെയധികം താല്പര്യമുണ്ടായിരുന്ന, ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് എത്തിപ്പെട്ടതായിട്ടുള്ള ചില മേഖലകൾ പെട്ടെന്ന് തന്നെ എനിക്ക് ആ മേഖലയിലുള്ള താല്പര്യം നഷ്ടപ്പെടുകയും ഞാൻ മറ്റ് വഴികൾ തേടുകയും ചെയ്തതായിട്ടുള്ള അവസ്ഥ. എനിക്ക് അതിനേക്കാൾ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയത് കൊണ്ടല്ല ഞാൻ പഴയ വഴി ഉപേക്ഷിച്ചത്. പക്ഷേ എനിക്കതിലുള്ള താല്പര്യം നഷ്ടപ്പെട്ടു. ഇനി എന്ത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അതിനേക്കാൾ മികച്ചതായിട്ടുള്ള കർമ്മ മേഖലകളിലേക്ക് ഇറങ്ങാനും അതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കാനായിട്ടും സാധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കർമ്മത്തിൽ വിജയിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിക്കൊണ്ട് മുന്നോട്ട് പോകാനും സാധിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ദർ ഈസ് എ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് ബിഹൈൻഡ് ദാറ്റ്. അതിൻ്റെ പിന്നിൽ ആത്മീയമായിട്ടുള്ള ചില കാരണങ്ങളുണ്ട്. അതിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നടത്തുന്നത്. നിങ്ങൾ മാറ്റത്തിന്റെ കവാടത്തിലാണ് എന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഈ അന്വേഷണത്തിലൂടെ തിരിച്ചറിയാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് അതുവരെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള കാര്യത്തിലെ താല്പര്യം നഷ്ടപ്പെടുകയും നമ്മൾ പുതുവഴികൾ തേടുകയും ചെയ്യുകയാണ്. താല്പര്യം നഷ്ടപ്പെട്ട് കഴിയുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് അൺസർട്ടനിറ്റി ആയിരിക്കും മുന്നിലുണ്ടാകുന്നത്, അനിശ്ചിതത്വമായിരിക്കും. ഇനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നൊന്നും അറിയില്ല. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ചോദ്യം വരും, സെൽഫ് എൻക്വയറി വരും. ഞാൻ ആരാണ്? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങോട്ട് പോകണം? ഞാൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്യണം? ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യണം? എൻ്റെ ജീവിതം മികച്ചതാക്കുവാൻ വേണ്ടി ഞാൻ ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു? ഈ സെൽഫ് എൻക്വയറി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ആത്മപരിശോധനയാണ്, അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷനാണ്. നമ്മളൊരു സെൽഫ് ഇവാലുവേഷൻ അവിടെ നടത്തുകയാണ്. അവിടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് റോളുണ്ട്. നമ്മളെ തന്നെ ക്രിട്ടിക്കലായിട്ട് നോക്കിക്കാണുന്നു. അതുപോലെ തന്നെ നമ്മുടെ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഒക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് കാണാനായിട്ട് സാധിക്കുന്നു. അതിനപ്പുറത്തേക്ക് നമ്മുടെ ആത്മാവിൻ്റെ ഒരു സ്വരം നമ്മൾ കേട്ടുവെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മാവ് വിളിക്കുന്ന ആ വഴിയിലേക്ക് വരുവാനുള്ള സമയമായതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ആ സമയം അതിക്രമിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പഴയ വഴിയിലുള്ള താല്പര്യം നഷ്ടപ്പെട്ട് അത് ഉപേക്ഷിച്ചിട്ട് പുതിയതായിട്ടുള്ള സത്യത്തിനെ അന്വേഷിക്കുന്നത്, നമ്മുടെ ജീവിതത്തിനെ അർത്ഥപൂർണമാക്കുവാൻ വേണ്ടി നമ്മുടെ ആത്മാവിൻ്റെ വിളി കേട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആത്മാവിലൂടെ പ്രപഞ്ചം തന്നെയാണ് നമ്മളെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ക്രിയേറ്റർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ പങ്കാളിയാകുവാനായിട്ട് നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിളി നിങ്ങൾ കേൾക്കുന്നു എന്നത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരർത്ഥം. പലപ്പോഴും പഴയതായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് അകൽച്ചയുണ്ടാകുന്നു. നിങ്ങളുടെ കൂടെ അതുവരെ ഉണ്ടായിരുന്നതായിട്ടുള്ള ചില വ്യക്തികൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ തന്നെ തോന്നുന്നില്ല, അല്ലെങ്കിൽ അവർ നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാറി രക്ഷപ്പെടുകയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിത്വങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് ഏറ്റുവാങ്ങിയതായിട്ടുള്ള നെഗറ്റിവിറ്റി അതിൻ്റെ ഒരു കാരണം തന്നെയാണ്. അതുപോലെ തന്നെ ആ വ്യക്തികളിൽ നിന്നുള്ള പ്രവൃത്തി മൂലം നിങ്ങൾ ഒരുപാട് പുറകോട്ട് പോയിട്ടുണ്ടായിരിക്കും, നിങ്ങൾ പോലും അറിയാതെ. പക്ഷെ ഇതെല്ലാം ശ്രദ്ധിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അത് നമ്മുടെ ഉപബോധ മനസ്സ് തന്നെയാണ്. ഞാൻ മുൻപുള്ള പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ സ്വാധീന ശക്തി നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ബോധ ജീവിതത്തിൽ എന്ന് പറയുന്നത് വളരെ അധികമാണ്. അപ്പോൾ നമ്മുടെ ബോധമണ്ഡലത്തിനെ നമ്മൾ വികസിപ്പിച്ചുകൊണ്ട് ഉപബോധ അല്ലെങ്കിൽ അബോധ തലങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത്, റീച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിന് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത്, എന്താണ് നമ്മളെ പുറകോട്ട് വലിക്കുന്നത് എന്നൊക്കെ ഉള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മുടെ ബോധത്തിനേക്കാൾ നമ്മുടെ ഉപബോധത്തിന് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഉപബോധം തീരുമാനിക്കുകയാണ്, സെർട്ടൻ പീപ്പിൾ, ഈ കൈൻഡ് ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഈ സ്ഥലമൊന്നും ഇനി എനിക്ക് ആവശ്യമില്ല, ഞാൻ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങാനായിട്ടുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അങ്ങോട്ട് പോകൂ എന്നുള്ള ഒരു ഡയറക്ഷൻ നമുക്ക് ഈ പറയുന്ന ഉപബോധ മനസ്സിലൂടെ നമുക്ക് സ്പിരിറ്റ് വേൾഡിൽ നിന്ന് കിട്ടുകയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതിനെ ഒരു സ്പിരിച്വൽ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് പലപ്പോഴും നമുക്ക് എനർജറ്റിക് റിലീസസ് ഉണ്ടാകുന്നുള്ളതാണ് അടുത്തതായിട്ടുള്ള ഒരു കാര്യം. ചിലപ്പോൾ നമുക്ക് പഴയൊരു വഴി ഉപേക്ഷിച്ച് അനിശ്ചിതത്വം അല്ലെങ്കിൽ റിസ്കിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിന് ത്രില്ലായിരിക്കും, സന്തോഷമായിരിക്കും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ അകാരണമായിട്ട് കരഞ്ഞേക്കാം. കാരണം എന്താണ്? എൻ്റെ കുറേ ഇമോഷൻസ് റിലീസായി പോകാനായിട്ടുണ്ട്. നമ്മൾ അകാരണമായിട്ട് ചിലപ്പോൾ ചിരിച്ചേക്കാം. എന്തുകൊണ്ട്? നമുക്ക് കുറേ ഇമോഷണൽ റിലീസ് അവിടെ ലഭിക്കുവാനായിട്ടുണ്ട്.
അപ്പം ഇതൊന്നും ഒരു അബ്നോർമൽ അവസ്ഥയുടെ ആ ഒരു ഡയമെൻഷനിൽ നിന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഒരു നോർമലായിട്ടുള്ള വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ സബ്റ്റിലായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ ഒരു പരിധി വിട്ടു പോകുന്ന സമയത്താണ് നമുക്കത് പ്രശ്നത്തിലേക്ക് നമ്മൾ പോകുന്നു എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ഒരിക്കലും നമ്മുടെ ഇമോഷണൽ റിലീസിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവർക്കോ നമുക്കോ ഹാനികരമാകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കുഴപ്പമില്ലാത്തൊരു കാര്യം തന്നെയാണ്. ആവശ്യകമായിട്ടുള്ള ഒരു വികാര ശുദ്ധീകരണമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. പുറത്തുള്ള ഒരു കാര്യവും നമുക്ക് ഇനഫായിട്ട് തോന്നുകയില്ല. ഒന്നും എനിക്ക് അർത്ഥം കാണാനായിട്ട് സാധിക്കുന്നില്ല, ഇതൊന്നും എനിക്ക് പോരാ, ഇതൊന്നും എനിക്ക് തികഞ്ഞതായിട്ട് തോന്നുന്നില്ല. ഈ ഒരു വോയിഡ് അല്ലെങ്കിൽ ഈ ഒരു ശൂന്യത എന്ന് പറയുന്നത്, അതിന് നമുക്കൊരു കേവല ശൂന്യത അല്ലെങ്കിൽ എംപ്റ്റീനെസ് എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതൊരു ട്രാൻസ്ഫോർമേഷണൽ പോർട്ടലാണ് എന്ന് തന്നെ നമ്മൾ റിയലൈസ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉറങ്ങാനായിട്ട് തോന്നിയേക്കാം. അതായത് നിങ്ങൾ അത്രയും കാലം നിങ്ങൾ മാറ്റിവെച്ചതായിട്ടുള്ള നിങ്ങളുടെ ഉറക്കം, നിങ്ങളുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള റെസ്റ്റ്, റിലാക്സേഷൻ, ഇതൊക്കെ ഈ സമയത്ത് നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ പ്രകൃതിയുമായിട്ട് അടുക്കാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും കാലം പ്രകൃതിയുമായിട്ട് അകന്ന് നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി ഫിസിക്കലി ആൻഡ് മെൻ്റലി അതുപോലെ തന്നെ സ്പിരിച്വലിയും നമ്മൾ എക്സ്ഹോസ്റ്റഡ് ആവും എന്നുള്ളതാണ്. ഈ ചോർന്നു പോയതായിട്ടുള്ള ഊർജ്ജം നമുക്ക് തിരിച്ചു തരാനായിട്ട്, ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ ഫില്ല് ചെയ്യാനായിട്ട്, ആത്മാവിൻ്റെ കാര്യം ഒഴികെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും അടുത്തുള്ളത് പ്രകൃതിയാണ്. അപ്പോൾ പ്രപഞ്ചത്തിലെ ആ ഒരു ഊർജ്ജം നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ സംശീകരിക്കുന്നു. നമ്മൾ കൂടുതൽ പ്രകൃതിയുമായിട്ട് അടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രകൃതിയിൽ നമ്മളെ തന്നെ കണ്ടെത്തും എന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ. പ്രകൃതിയോട് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. മരങ്ങളും വെള്ളവും മഴയും ഒക്കെ അതിൻ്റെ ആ വൈബ്രേഷൻ നമ്മളെ അട്രാക്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസ്, നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് നഷ്ടപ്പെട്ട ഉറക്കം നമ്മൾ തിരിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ പോലെ, ആ തിരിച്ചെടുക്കലിന് ശേഷം നമ്മുടെ സ്ലീപ്പ് പാറ്റേൺസിൽ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സമയത്ത് ഉറങ്ങാൻ പോവുകയും ഉണരുകയും ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ ആളുകളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. ഇൻക്ലൂഡിങ് ശനി ആൻഡ് ഞായറാഴ്ച പോലും അവർക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നു. വീക്കെൻഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒന്നും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയത്ത് പോലുമില്ല. പക്ഷേ വികസിത രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ വീക്കെൻഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം 7 ദിവസം അല്ലെങ്കിൽ 5 ദിവസം, ഒരാഴ്ച ഏകദേശം പണിയെടുത്തതിന് ശേഷം കുറച്ച് ദിവസം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടും എന്നുള്ളതാണ്. 6 മാസം പണിയെടുത്ത് ചിലപ്പോൾ 6 മാസം അവധി എടുത്തേക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? വീക്കെൻഡ് ഇല്ല. എല്ലാ സമയത്തും നമ്മൾ ഏതോ അടിമത്ത സമ്പ്രദായത്തിൽ നിന്ന് ഉൾക്കൊണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ വീണ്ടും നമ്മൾ തുടർന്നു പോരുകയാണ്. ശനിയും ഞായറും പോലും സ്വൈര്യം തരാത്തതായിട്ടുള്ള മേലധികാരികളെയും സിസ്റ്റത്തിനെയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിന്നൊക്കെ ഒരു വിമോചനമാണ് ശരിക്കും പല മനുഷ്യനും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലർ അതിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും. അല്ലെങ്കിൽ ഓൾറെഡി നിലവിലുള്ള സാഹചര്യങ്ങളെ ഒന്ന് റിപ്പയർ ചെയ്യാനെങ്കിലും മനുഷ്യന് സാധിക്കണം എന്നുള്ളതാണ്. ഈ ഒരു അവസരത്തിൽ നമുക്ക് ചെറിയ എനർജി ഷിഫ്റ്റ് പോലും ചിലപ്പോൾ ഇൻറ്റൻസ് ആയിട്ട് തോന്നിയേക്കാം. കാരണം നമ്മൾ കൂടുതൽ എനർജറ്റിക് ലെവലിലേക്ക് സെൻസിറ്റീവ് ആകുന്നു എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമ്മൾ അറിയാതെ ഒരു മേഖലയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ആകസ്മികമായിട്ടുള്ള കാര്യങ്ങൾ, അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ഒരുപാട് അനിശ്ചിതത്വങ്ങൾ, ഓവർ റിയാക്ഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ സംസാരിക്കുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ അവെയർ ആയിക്കൊണ്ടാണ് ഈ മാറ്റത്തിനെ ഉൾക്കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പൊട്ടലും ചീറ്റലും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. കാം ആൻഡ് സ്റ്റെബിൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു. ഈ ഒരു ഇടവേളയിൽ നമുക്ക് പുതിയ ദൗത്യത്തിന്റെ ഒരു കോളിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ്. നമുക്ക് പുതിയ ദൗത്യം എന്താണെന്ന് അറിയില്ല. പക്ഷേ ആദ്യം ഞാൻ പറഞ്ഞു, ആദ്യം മുൻപുള്ള കാര്യത്തിൽ താല്പര്യം നഷ്ടപ്പെട്ടു. പിന്നീട് ഒരു ഇടവേള പോലെ നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കൂടുതൽ ഉറങ്ങുന്നു, കൂടുതൽ റിലാക്സ് ചെയ്യുന്നു, പ്രകൃതിയുമായിട്ട് അടുക്കുന്നു. പിന്നെ നമുക്ക് ശക്തമായിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള ഒരു ഏർജ് വരികയാണ്. എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ ദൗത്യം എന്നുള്ളത്. സമയം അതിക്രമിച്ചിരിക്കുന്നു, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു, ഞാൻ പുതിയതായിട്ടുള്ള മേഖലയിലേക്ക് എൻ്റർ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. ആൻഡ് ഇറ്റ്സ് ടൈം ഫോർ പുതിയൊരു കാര്യത്തിലേക്ക് എൻ്റർ ചെയ്യാനുള്ള, പുതിയൊരു മേഖലയിലേക്ക് എൻ്റർ ചെയ്യാനായിട്ടുള്ള, പുതിയൊരു ജോലി അല്ലെങ്കിൽ പുതിയൊരു ജീവിത സാഹചര്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ സമയം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. അതുവരെ നമുക്ക് ഭയം ഉണ്ടായിരിക്കാം, പാനിക്കായിരിക്കാം. അപ്പോൾ ഫിയറിനേക്കാൾ നമുക്ക് ട്രസ്റ്റ് ഉയർന്നു വരുന്നതായിട്ടുള്ള അവസ്ഥ, നമുക്ക് അൺസർട്ടനിറ്റിയേക്കാൾ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥ. നമ്മൾ റിസ്ക് കാണുന്ന സമയത്ത് നമ്മൾ പാനിക് ആകുന്നില്ല. നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളൊരു അവയർനെസ് നമുക്കുണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് കാര്യങ്ങളെ ഡീപ്പായിട്ടുള്ള ഒരു നോയിങ് ഉണ്ട് എന്നുള്ളത് തന്നെ. നമ്മുടെ ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ അന്തർജ്ഞാനം ശക്തമാവുകയും അതുപോലെ തന്നെ നമുക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഗെയിനുകൾ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് അർത്ഥവത്തായിട്ടുള്ള നേട്ടങ്ങളിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ, നമ്മുടെ കർമ്മം വഴിമാറുകയാണ്.
ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ സക്സസിനോടുള്ള അറ്റാച്ച്മെന്റ് കുറയുന്നു. അതിനപ്പുറത്തേക്ക് നമ്മൾ മൂല്യത്തെ പിന്തുടരുന്നു. അപ്പോൾ പണം നമ്മുടെ പുറകെ വരികയായി. നമ്മൾ പണത്തിന്റെ പുറകെ പോകുന്നില്ല, നമ്മൾ പ്രശസ്തിക്ക് പുറകെ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു എഫേർട്ടും ഇല്ലാതെ നിങ്ങളുടെ കർമ്മം ചെയ്യുന്നത് വഴി പ്രശസ്തനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പതിയെ പതിയെ പർപ്പസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ സെൻട്രൽ പോയിന്റ് ആയിട്ട് മാറുകയാണ്. പല സമയത്തും നമ്മൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് എനർജറ്റിക് ഷിഫ്റ്റുകൾ ഉണ്ടായേക്കാം. നമ്മുടെ ശരീരമാകെ കോരി തരിക്കുന്നത് പോലുള്ള അവസ്ഥകൾ ഉണ്ടായിരിക്കാം. നമ്മുടെ മനസ്സിന് ചിലപ്പോൾ ഉയർച്ചകളും താഴ്ചകളും ഉണ്ടായേക്കാം. നമുക്ക് ബൗദ്ധികമായിട്ട് ചലഞ്ചുകൾ വന്നിട്ടുണ്ടായിരിക്കാം. ഫിസിക്കലായിട്ട് പോലും നമുക്ക് ചലഞ്ചുകൾ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പം അതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി ലഭിക്കുകയാണ് നമ്മൾ പുതിയതായിട്ടുള്ള വഴി പ്രപഞ്ചത്തിന്റെ വിളി കേൾക്കുന്ന സമയത്ത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള എനർജറ്റിക് സെൻസേഷൻ എന്ന് പറയുന്നത് ഒരു എനർജി റീകോൺഫിഗറേഷൻ തന്നെയാണ്. നമ്മളെ കൂടുതലായിട്ട് ശക്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് പ്രപഞ്ചം റീകോൺഫിഗർ ചെയ്യുകയാണ്. പഴയതായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ എനർജറ്റിക് ലെവലിലുള്ള ഒരു ഉടച്ചുവാർക്കൽ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ കുറച്ച് ഈ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, ഈ നിൽക്കുന്ന ഞാൻ എന്ന് പറയുന്നത് പഴയ ഞാനല്ല, ഞാൻ ഒരുപാട് മാറിയിരിക്കുന്നു എന്നുള്ളത്. പുതിയതായിട്ടുള്ള ഒരു എന്നെ അവിടെ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മനസ്സിലാക്കുക, യു ആർ നോട്ട് കൊളാപ്സിങ്, യു ആർ ഷിഫ്റ്റിംഗ്. നിങ്ങൾ തകർന്നു പോവുകയല്ല, നിങ്ങൾ മാറ്റത്തിന്, പരിവർത്തനത്തിന് വിധേയപ്പെടുകയാണ്. നിങ്ങളിപ്പോൾ പഴയ നിങ്ങളല്ല, നിങ്ങൾ മാറ്റത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. നമസ്തേ.